അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് ഓർക്കിഡുകളെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇതിനകത്ത് കുറേ ഓർക്കിഡുകൾ എനിക്ക് നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കയ്യിലിരിക്കുന്ന ഓർക്കിഡുകളൊക്കെ എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്നതാണ്. പക്ഷേ കുറേ നാൾ സംരക്ഷണമൊന്നും ഇല്ലാതിരുന്നിട്ട് ഇത് നശിച്ചു പോയതാണ്. അതായത് ഗ്രോത്തൊക്കെ കുറഞ്ഞു പോയതാണ്. പക്ഷേ ഇതിന് ശേഷം ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനിത് നല്ലതുപോലെ റീപ്ലാന്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ നല്ല രീതിയിൽ ഫ്ലവറുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെയുള്ള കുറച്ച് ഓർക്കിഡുകൾ ഞാൻ ഈ 2 മാസം മുന്നേ വാങ്ങിയിരുന്നു. അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അന്ന് അതിനകത്ത് ബഡ്ഡുകളൊന്നും ഇല്ലായിരുന്നു, പൂക്കളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഏകദേശം 2 മാസം കഴിഞ്ഞതേ ഉള്ളൂ, 3 മാസം ആവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാനതിന് ഗ്രോത്തിനുള്ള ഫെർട്ടിലൈസറും അതേപോലെ തന്നെ ഫ്ലവറിങ്ങിനുള്ള ഫെർട്ടിലൈസറും ഒക്കെ കൊടുത്ത് അതിപ്പോൾ കുറേ പ്ലാന്റുകൾ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. കുറച്ചെണ്ണത്തിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ബഡ്ഡുകളൊക്കെ വരുന്നുണ്ട്. ചിലത് നല്ലതുപോലെ ഗ്രോത്ത് നല്ല അടിപൊളിയായിട്ട് ഗ്രോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്ലാന്റുകളെയൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പം ഞാൻ ഈ പ്ലാന്റുകൾ വാങ്ങിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഈ ഒരു ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ഓർക്കിഡേറിയം ഞാൻ ഉണ്ടാക്കിയിരുന്നത്. അപ്പോൾ ഇതിനൊരു അഡ്ജസ്റ്റ്മെൻ്റ്, ഒരു തട്ടിക്കൂട്ട് ഓർക്കിഡേറിയമാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നെങ്കിലും ഇതിനകത്ത് കുറേ അധികം പ്ലാന്റുകൾ, ഒരു 500-ഓളം പ്ലാന്റുകൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നമുക്ക് ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ കുറച്ച് പ്ലാന്റുകൾ. ഇതൊക്കെ നല്ലതുപോലെ ഫ്ലവർ ചെയ്തതാണ്. ഇതിപ്പം ഒരു വെറൈറ്റി തന്നെ ഒരു 4-5 എണ്ണം വീതമാണ് ഞാൻ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ ഈ പ്ലാന്റുകൾ, ഈ ഒരു വരിയിലിരിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ ഈ ഒരു വെറൈറ്റിയാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു വെറൈറ്റി. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ട് ഫ്ലവറുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ എന്നൊക്കെ പറയുന്നത് ഗ്രോത്ത്, നല്ല അടിപൊളി ഗ്രോത്താണ് ഇതിനകത്ത് വന്നേക്കുന്നത്. നല്ലതുപോലെ ഗ്രോ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ 2 സെറ്റ് പ്ലാന്റുകളെന്ന് പറയുന്നത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ അതിൻ്റെ ബഡ് കാണുമ്പോൾ അറിയാം. ഈ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ കുറേ പുതിയ ഗ്രോത്തുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് തന്നെ നല്ല അടിപൊളിയായിട്ട് ഗ്രോ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിൽ പഴയ ഇരുന്ന ഒരു പ്ലാന്റാണ് ഇത്. അപ്പോൾ ഈ പ്ലാന്റുകളെന്ന് പറയുന്നത് കുറേ ഞാൻ പാഴായി പോയ പ്ലാന്റുകളിൽ നിന്നൊക്കെയുള്ള ചെറിയ ഗ്രോത്തുകളൊക്കെ എടുത്തു വെച്ച് കിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് കുറേ അധികം പ്ലാന്റുകളുണ്ട്. പിന്നെയുള്ള പ്ലാന്റുകളെന്ന് പറയുന്നത് പുതിയ വാങ്ങിയ പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഈ പ്ലാന്റുകളാണ്. ഇതെല്ലാം നല്ല അടിപൊളിയായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്ലാന്റുകൾ ഇവിടെ പഴയ എൻ്റെ കയ്യിലിരുന്ന കുറേ പ്ലാന്റുകളാണ്. കുറേ ഇവിടെയാണ് ഹാങ് ചെയ്തിട്ടേക്കുന്നത്. അപ്പോൾ ഈ പ്ലാന്റുകളൊക്കെ, ഈ പ്ലാന്റൊക്കെ ബഡ് വരുന്നുണ്ട്. അപ്പോൾ കുറേ പ്ലാന്റുകൾ പുതിയ ഗ്രോത്തൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് ഫ്ലവറുകളൊക്കെ വന്നിങ്ങനെ നിൽക്കുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഇവിടെ ഒരു പ്ലാന്റ് നല്ല അടിപൊളിയായിട്ട് ഫ്ലവറുകളൊക്കെ ട്വിസ്റ്റഡ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ്, സീസർ ഗ്രീൻ എന്ന് പറയുന്നതാണ്. അപ്പോൾ അങ്ങനെ കുറേ പ്ലാന്റുകൾ, ഇതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഞാനിവിടെ വെച്ചേക്കുന്നതാണ്. പിന്നെയുള്ള പ്ലാന്റുകളെന്നൊക്കെ പറയുന്നത് ഈ കാണുന്ന പ്ലാന്റുകളാണ്. ഈ പ്ലാന്റുകളൊക്കെ തന്നെ എൻ്റെ കയ്യിൽ നേരത്തെ ഇരുന്നതാണ്. ഈ പ്ലാന്റുകളൊക്കെ തന്നെ പ്ലാന്റുകളെന്നൊക്കെ പറയുന്നത് ഈ പ്ലാന്റുകളാണ്. കുറേ ഞാൻ ട്രെയിൽ ഇങ്ങനെ ഹാങ് ചെയ്തിട്ടേക്കുവാണ്. അപ്പോൾ ഇതൊരു 15 എണ്ണം ഉണ്ട്. അപ്പോൾ ഈ ഒരു ട്രെയിലും അതേപോലെ തന്നെ 15 പ്ലാന്റുകളാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഫ്ലവറുകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അടുത്ത സെറ്റ് പ്ലാന്റാണ്. അപ്പോൾ ഇതിനകത്തും ഒരു കിങ് ഡ്രാഗൺ വെറൈറ്റി ഉണ്ട്. നല്ല അടിപൊളി ഒരു പ്ലാന്റാണ്. പിന്നെ അതേപോലെ തന്നെ സോണിയയുടെ ഒരു വെറൈറ്റി, പോപ്പുലറായിട്ടുള്ള വെറൈറ്റി. പിന്നെ ഇത് വേറെ ഒരു അരിഡാങ്ക് ഗ്രീനാണ്. അപ്പോൾ ഇങ്ങനെ പുതിയ ഗ്രോത്തുകളൊക്കെ ഒന്ന് കാണിക്കാം. ഗ്രോത്തുകളൊക്കെ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള സ്ട്രോങ് ആയിട്ട് വരുന്ന ഗ്രോത്തുകളാണ്. പ്ലാന്റൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പോൾ വേണ്ട, ഇതൊക്കെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. ഇതെന്ന് പറയുന്നത് സീലോചൈൻ രോജുസെനിയുടെ എൻ്റെ കയ്യിലൊരു മദർ പ്ലാന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് വെച്ച പ്ലാന്റുകളാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു 15 എണ്ണം ഈ ഒരു സെറ്റുണ്ട്. പക്ഷേ ഇതിൻ്റെ കുറേ പാഴായ ബൾബുകളൊക്കെ എടുത്ത് വെച്ചിട്ട് അതും ഏകദേശം ഒരു 15ഓളം പ്ലാന്റുകൾ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഈ ഫ്ലവർ ചെയ്ത പ്ലാന്റുകൾ ഇതൊക്കെയാണ്. ഇനി ഇത് കൂടാതെ 2 ഇടത്തു കൂടി പ്ലാന്റുകൾ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.